നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. റാഫിഞ്ഞയോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അവനത് ആരെയും വേദനിപ്പിക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞതായിരിക്കില്ല. ലോക ചാമ്പ്യൻ കോച്ചിൻ്റെ എല്ലാ ഔന്നത്യത്തോടെയും കൂടെയുള്ള പ്രതികരണമാണ് ഇപ്പോൾ ലയണൽ സ്കലോനിയിൽ നിന്ന് വന്നിരിക്കുന്നത്. വാവ്! ബ്രസീൽ വേഴ്സസ് അർജന്റീന മത്സരം 4-1 അർജന്റീന വിജയിച്ചേറിയത്. കളിക്ക് മുമ്പ് റാഫിഞ്ഞ പറഞ്ഞ വാക്കുകൾ ഞാൻ ഇനി വീണ്ടും ആവർത്തിക്കുന്നതിൽ പലവണ പറഞ്ഞു. അപ്പോൾ അത് വലിയ രൂപത്തിൽ അർജന്റീനയിൽ അവരുടെ താരങ്ങളും മറ്റുമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വാക്കുകൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ കളിച്ചത്. ഇങ്ങനെ ഒരു സമ്പൂർണ്ണ ആധിപത്യം പുലർത്താൻ അത്തരം വാക്കുകളുടെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ കളിച്ചത് ഞങ്ങളുടെ കളിയാണ് എന്ന് തന്നെ സ്കലോനി പറയുന്നു. അതോടൊപ്പം റാഫിഞ്ഞ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നയാളാണ്. അദ്ദേഹം അവരുടെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്നു. അപ്പോൾ അങ്ങനെ പറയുന്ന വാക്കുകളാണ്, എന്നല്ലാതെ ആരെയും വേദനിപ്പിക്കാനായിട്ട് പറഞ്ഞ വാക്കുകളല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരിക്കലും പർപ്പസ്ഫുള്ളി ആരെയും അദ്ദേഹം വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ഞാൻ മാപ്പ് നൽകുകയാണ് എന്ന് സ്കലോനി പറയുന്നു. സ്കലോനിയുടെ വാക്കുകൾ കളിക്ക് ശേഷമുള്ള വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. ഞാൻ റാഫിഞ്ഞയ്ക്ക് മാപ്പ് കൊടുക്കുകയാണ്, ഞാൻ റാഫിഞ്ഞയോട് ക്ഷമിക്കുകയാണ്. കാരണം അദ്ദേഹം ഇതൊരു പർപ്പസ്ഫുള്ളി ചെയ്ത കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യുകയാണ്. ഞാൻ പൂർണ്ണ ഉറപ്പുള്ളവനാണ്, റാഫിഞ്ഞ ഇത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന കാര്യത്തിൽ ഐ ആം കംപ്ലീറ്റ്ലി ഷുവർ ഹി ഡിഡ്ന്റ് മീൻ ടു ഹേർട്ട് എനിവൺ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളുടെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് ഇങ്ങനെ കളിക്കാൻ. ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട്, റാഫിഞ്ഞയുടെ വാക്കുകൾ കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കളിച്ചത് എന്ന് പറഞ്ഞതിൽ ഒരർത്ഥവുമില്ല എന്നുകൂടി ലയണൽ സ്കലോനി പറയുന്നു. തീർച്ചയായിട്ടും ബ്രസീലിന് മേൽ അവർ വലിയ ആധിപത്യം പുലർത്തി. അതിപ്പോൾ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ആവേശത്തിൽ കളിച്ചതല്ല, മറിച്ച് അർജന്റീനയുടെ കളി ഇങ്ങനെയാണ്. സമ്പൂർണ്ണ ആധിപത്യം എതിരാളികൾക്ക് മേൽ പുലർത്താൻ കെൽപ്പുള്ള ടീമായിട്ട് അർജന്റീന മാറിക്കഴിഞ്ഞു. അതിനിപ്പോൾ മെസ്സി ഇല്ലെങ്കിലും അർജന്റീനയ്ക്ക് പ്രശ്നമില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് ഇന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നത്. ഹുലിൻ ആൽവരസ് പക്ഷേ പറഞ്ഞത് വേറെ രൂപത്തിലാണ്. ഹുലിൻ ആൽവരസിന്റെ പ്രതികരണം വന്നത്, ഞങ്ങൾ ഈ നേട്ടങ്ങളൊക്കെ നേടിയിട്ടുള്ളത് താഴ്മ കൊണ്ടും ഹാർഡ് വർക്കും ഒക്കെ കൊണ്ടാണ്. ഞങ്ങളുടെ ഗെയിം വളരെ ഗ്രേറ്റ് ആയിട്ട് കളിക്കുന്നു. ഇത് അവർക്കൊരു പാഠമാവട്ടെ, അവർക്ക് ഞങ്ങളൊരു പാഠം പഠിപ്പിച്ച് നൽകിയിരിക്കുകയാണ്. ഏതാണ് ഹുലിൻ ആൽവരസിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. സംഗതി എന്തായാലും സ്കലോനി വലിയ രൂപത്തിൽ ആ ഒരു ഔന്നത്യം, ഒരു വേൾഡ് ചാമ്പ്യൻ കോച്ചിന്റെ കുലീനത കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലും മറ്റുമൊക്കെ പുലർത്തുന്നു. കളിക്ക് മുമ്പും അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ബ്രസീൽ താരങ്ങളുടെ വാക്കുകളിലേക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, അതിന് കാര്യമില്ല. മറിച്ച് നമ്മൾ ഓർക്കേണ്ട ഒരു ചിത്രമുണ്ട്. അത് മാറക്കാന സ്റ്റേഡിയത്തിലെ കൊപ്പ അമേരിക്ക ഫൈനൽ കഴിഞ്ഞിട്ട് അതിന്റെ പടവുകളിൽ ഇരുന്ന് സൗഹൃദം പങ്കിട്ട മെസ്സിയുടെയും നെയ്മറുടെയും ചിത്രമാണ്. അതാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് സ്കലോനി പറഞ്ഞു. എൻഡ് ഓഫ് ദി ഡേ ഇത് വെറും കളി മാത്രമാണ്, ഇതൊരു ഫുട്ബോൾ കളി മാത്രമാണ്. ആ അർത്ഥത്തിൽ എടുത്താൽ മതി, മറ്റൊരു അർത്ഥത്തിലേക്കും ഇതിനെ കൊണ്ടുപോകേണ്ട അന്നും സ്കലോനി പറഞ്ഞിരുന്നു. ഇന്നും അദ്ദേഹം അതേ നിലപാടിൽ തന്നെ മുന്നോട്ട് പോകുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.